ഹായ് എവ്രി വൺ, ഗുഡ് ഈവനിങ്. എല്ലാവരും റെഡിയല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഫിലോസഫീസിനെ കുറിച്ചാണ്. ഷഡ് ദർശന. ഷഡ് മീൻസ് 6, ദർശന മീൻസ് ഫിലോസഫീസ്. ഓക്കെ, ദർശനത്തിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അതിനു മുന്നേ എല്ലാവരും നട്ടൽ നിവർത്തിയിരിക്കുക. ഒരല്പനേരം നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം. നട്ടലിൽ നിവർന്നിരുന്ന് ഷോൾഡർ അപ്പ് ആൻഡ് ബാക്ക്, ഷോൾഡേഴ്സ് അപ്പ് ആൻഡ് ബാക്ക്. Lengthen your spine and sit straight. കണ്ണുകളടച്ച് പുറമേ നിന്നുള്ള ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. പുറമേ നിന്നുള്ള ചെറുതും വലുതുമായ എല്ലാ ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. പതിയെ കൈകൾ കൂപ്പി നെഞ്ചിനടുത്തേക്ക് വെക്കുക. നമുക്ക് എല്ലാവർക്കും ശാന്തി മന്ത്രത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓംകാരവും ശാന്തി മന്ത്രവും. ഇൻഹേൽ ആൻഡ് സ്റ്റാർട്ട്. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. പതുക്കെ കണ്ണ് ചിമ്മി പതുക്കെ കണ്ണുകൾ തുറക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണ് ഷഡ് ദർശനാസ് എന്ന് പറഞ്ഞാൽ? വേദങ്ങളിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള സ്കൂൾസ് ഓഫ് തോട്ട്സ് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സിസ്റ്റംസ് ആണ് ഈ 6 ദർശനാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ദർശന എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് വരുന്നത് ടു സീ ഓർ ടു എക്സ്പീരിയൻസ് എന്നാണ്. ദർശനം കാണുക അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. സോ ഈച്ച് ദർശന റെപ്രസെൻ്റ് എ ഡിഫറെൻറ്റ് വിൻഡോ ടു ഒബ്സർവ് ആൻഡ് കോംപ്രഹെൻസ് ലൈഫ്. നമ്മൾ ഒരാൾ ലൈഫിനെ കാണുന്ന രീതിയായിരിക്കില്ല മറ്റൊരാൾ കാണുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും പല പേഴ്സ്പെക്റ്റീവ്സ് ആണുള്ളത്. അതുപോലെ 6 ദർശനങ്ങൾ ഒരേ ലൈഫിലേക്ക്, ഈ ജീവിതം എന്താണ്, ജീവിതത്തിൻ്റെ മീനിങ് എന്താണ്, എയിം എന്താണ്, ഈ അവിദ്യ എങ്ങനെ മാറ്റിയെടുക്കാം, ലിബറേഷൻ എങ്ങനെ ഉണ്ടാക്കാം, സഫറിൽ നിന്ന് എങ്ങനെ മുക്തി, അതായത് ദുഃഖത്തിൽ നിന്ന് എങ്ങനെയൊക്കെ മുക്തി നേടി എൻലൈറ്റ്മെൻറ്റ് എങ്ങനെ വരുത്തിക്കാം, ഇതിനെയെല്ലാം കൂടി പല കാഴ്ചപ്പാടിൽ കാണുന്നതാണ് ഈ 6 ദർശനങ്ങളിലും പറയുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് നോക്കിക്കാണുന്നത് പോലെ ആണ് ഈ ഒരു 6 ദർശനങ്ങളിലും പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് ഇന്ത്യൻ ഫിലോസഫീനെ 2ആയി തരംതിരിക്കാം. ഒന്ന് ആസ്തിക ദർശനം എന്നും ഒന്ന് നാസ്തിക ദർശനം. ആ മീൻസ് അവിടെ ഉണ്ട്, നാ മീൻസ് അവിടെ ഇല്ല. അതായത് നാസ്തികൻ വിശ്വസിക്കുന്നില്ല, ആസ്തികൻ വിശ്വസിക്കുന്നവൻ, അങ്ങനൊരു ഇതാണ്. എന്തിൽ വിശ്വസിക്കുന്നു ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ വേദങ്ങളിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വേദത്തിൻ്റെ ആസ്പെക്റ്റിൽ ബിലീവ് ഇൻ അതോറിറ്റി ഓഫ് വേദാസ് ആണ് ആസ്തിക ദർശനാസ്. അതിൽ വിശ്വസിക്കാത്തവരാണ് നാസ്തിക ദർശനാസ്, ഡസ് നോട്ട് ബിലീവ് ഇൻ ദി അതോറിറ്റി ഓഫ് വേദാസ്. അങ്ങനെ നാസ്തിക ദർശനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത്തിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിലോസഫീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധിസമുണ്ട്, ജൈനിസം, ചാർവാക ആൻഡ് ആജീവികാസ്. ചാർവാക ദർശനമുണ്ട്, ജൈനിസമുണ്ട്, ബുദ്ധിസമുണ്ട്, ആജീവികാസ്. ഇത് 4ഉം വരുന്നത് നാസ്തിക കാറ്റഗറിയിലാണ്. എത്തിസ്റ്റിക് ആയിട്ടാണ് വരുന്നത്. ഇനി പറയുന്നത് ആസ്തിക ദർശനമാണ്. ഇതിൽ തന്നെ ഡയറക്റ്റ്ലി വേദിക് ടെക്സ്റ്റുമായിട്ട് ബേസ്ഡ് ചെയ്തിട്ടുള്ള 2 ദർശനമാണ് മീമാംസയും വേദാന്തം. അതായത് ഉത്തരമീമാംസയും പൂർവ്വമീമാംസയുമാണ് ഈ മീമാംസയും വേദാന്തവും എന്ന് പറയുന്നത്. ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് സാങ്ക്യദർശനം, യോഗദർശനം, ന്യായദർശനവും വൈശേഷിക ദർശനം. ഇത് ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നാൽ തന്നെയും ഇത് ആസ്തിക ദർശനമാണ്. ഇത് വേദത്തിൽ വിശ്വസിക്കുന്നുണ്ട്, വേദത്തിൻ്റെ അതോറിറ്റിയെ ബിലീവ് ചെയ്ത് കൊണ്ടാണ് ഇവർ 4 തരത്തിലുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഓരോന്നിനെയും എന്തൊക്കെയാണെന്ന് ഇപ്പോൾ പഠിക്കാം. ആസ്തിക ദർശനങ്ങളായിട്ടുള്ള 6 ദർശനങ്ങളെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സാങ്ക്യദർശനം, യോഗദർശനം, ന്യായദർശനം, വൈശേഷിക ദർശനം, മീമാംസയും വേദാന്തവും. വേദാന്തത്തിനെ തന്നെ ബ്രഹ്മസൂത്രാസ് എന്നും പറയുന്നുണ്ട്. കപില മഹർഷിയാണ് സാങ്ക്യദർശനം ഉപജ്ഞാതാവ്.
അതേസമയം പതഞ്ജലിയാണ് യോഗദർശനത്തിൻ്റെ ഉപജ്ഞാതാവ്, ഗൗതമ മഹർഷിയാണ് ന്യായദർശനത്തിൻ്റെ ഉപജ്ഞാതാവ്, കണാദ മഹർഷിയാണ് വൈശേഷികത്തിൻ്റെ ഉപജ്ഞാതാവ്, ജൈമിനിയാണ് മീമാംസയുടെ ഉപജ്ഞാതാവ്. അതേസമയം വേദാന്ത കോഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഭദ്രായന ആണ്. അപ്പം ഭദ്രായണ വേദവ്യാസ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള പോർഷനും വരുന്നത്. അപ്പോൾ ആരാണ് സാങ്ഖ്യദർശനത്തിൻ്റെ ഉപജ്ഞാതാവ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഇങ്ങനെ കപില മഹർഷി, പതഞ്ജലി മഹർഷി, ഗൗതമ മഹർഷി, കണാദ മഹർഷി ഇതിങ്ങനെ ഓപ്ഷൻസ് തരുമ്പോൾ അതിൽ നിന്ന് കറക്റ്റായിട്ട് നമ്മൾ കപില മഹർഷി എന്നുള്ള ആൻസർ ചൂസ് ചെയ്യണം. സാങ്ഖ്യദർശനം പറഞ്ഞിരിക്കുന്നത് സാങ്ഖ്യ സൂത്രാസിലാണ്, യോഗദർശനം പറഞ്ഞിരിക്കുന്നത് യോഗസൂത്രാസിൽ, ന്യായദർശനം പറഞ്ഞിരിക്കുന്നത് ന്യായസൂത്രാസ്, വൈശേഷിക ദർശനം അതുപോലെ വൈശേഷിക സൂത്രാസ്, മീമാംസ സൂത്രാസ് ആൻഡ് ബ്രഹ്മസൂത്രാസ്. ഇങ്ങനെയുള്ള സൂത്രങ്ങളിലാണ് ഓരോ ദർശനവും പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ 6 ദർശനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഓരോ മഹർഷിമാരും അവരുടെ ദർശനം ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഇറ്റ്സ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈച്ച് ദർശന ഈസ് സ്പെസിഫിക് ഇൻ ദിസ് അപ്രോച്ച് വിത്ത് എന്തിലൊക്കെയാണ്. ഓരോ ദർശനവും ലോജിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ ആർഗ്യുമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓരോ തിയറി ഓഫ് നോളജാണ്, ഓരോ തിയറി ഓഫ് ക്രിയേഷനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ പറഞ്ഞത് നമ്മളിപ്പോൾ തീസിസ്റ്റാണോ എത്തിസ്റ്റാണോ എന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മൾ ഇപ്പോൾ തീസിസ്റ്റായിട്ടുള്ള ദർശനങ്ങളെയാണ് നോക്കുന്നത്. ഇനി ഈ എല്ലാ ദർശനങ്ങളും സ്ട്രോങ്ലി ഒരു എത്തിക്കൽ ഫ്രെയിം വർക്കിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ദർശനങ്ങൾ ഓരോ ടൂൾ വെച്ച് അനലൈസ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രമാണങ്ങൾ വെച്ചിട്ട്. പ്രമാണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പ്രൂഫ് എന്നാണ്. അതായത് അത് വാലിഡ് ആയിട്ട് ഉള്ളതാണ്. അപ്പോൾ എത്തരത്തിലുള്ള പ്രൂഫ് യൂസ് ചെയ്തിട്ടാണ് ഇത്തരം ദർശനങ്ങളെ വിലയിരുത്തിയിട്ടുള്ളതെന്ന് അതിൽ തന്നെ നമുക്ക് ഓരോന്ന് പഠിക്കുമ്പോഴും പഠിക്കാം. ഓക്കെ, പ്രമാണം എന്ന് പറയുന്നത് പ്രത്യക്ഷ പ്രമാണമുണ്ട്, അനുമാനമുണ്ട്, ഉപമാനമുണ്ട്, ശബ്ദപ്രമാണമുണ്ട്. ഇത്തരത്തിൽ പ്രമാണം പ്രൂഫ് റീഡിങ് ചെയ്തിട്ടാണ് ഓരോ ദർശനങ്ങളും വിലയിരുത്തിയിരിക്കുന്നത്. സോ ഓരോ ദർശനത്തിൻ്റെ ടെക്സ്റ്റിലുമുള്ള സൂത്രാസ്, ഓരോ അഫോറിസം, അതിന് ഓരോന്നിനും പ്രത്യേക മീനിങ്ങും ഉണ്ട്. അതിന് നല്ല രീതിയിൽ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാനും പറ്റും. സോ സൂത്ര എന്ന് പറയുന്നത് ത്രെഡ് എന്നാണ് അതിൻ്റെ വേർഡ് മീനിങ് വരുന്നത്. നൂല് അല്ലെങ്കിൽ സ്ട്രിങ് എന്ന് പറയും. സോ ഇതൊരു സിംബോളിസമാണ്. ഈ E=mc² എന്ന് പറയുന്നത് പോലെ അതൊരു ചെറിയൊരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ നമുക്ക് പിന്നെയും ഓരോന്നിനെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലാണ് ഈ സൂത്രാസ് എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ നല്ല രീതിക്ക് ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ദർശനങ്ങളിൽ പറഞ്ഞിട്ടുള്ള അതിൻ്റെ എല്ലാ ഓരോ പോയിൻറ്റും അതിൻ്റെ വ്യൂസും എന്നാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രാമായണമോ അല്ലെങ്കിൽ മറ്റു പുരാണങ്ങളോ പോലെ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കഥ രൂപത്തിലുള്ളതല്ല ഇതൊക്കെ ജസ്റ്റ് കുറച്ച് ഡീപ്പായിട്ട് പോകുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗങ്ങളാണ് ഓരോ ദർശനങ്ങളും കൊടുത്തിരിക്കുന്നത്. നമുക്ക് സാങ്ഖ്യദർശനം എന്താണെന്ന് നോക്കാം. ഈ ഒരു സാങ്ഖ്യദർശനം പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ദ കോസ്മോസ് ത്രൂ റീസൺ ആൻഡ് ലോജിക്. റീസണിങ്ങിലൂടെയും ലോജിക് തിങ്കിങ്ങിലൂടെയും ആ കോസ്മോസ് എന്താണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. ഇതാണ് സാങ്ഖ്യദർശനം പറയുന്നത്. ഒരു കോർ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ യൂണിറ്റി ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻസ്. നമ്മുടെ ആ ഒരു ഒരുമയും, അതായത് നമ്മളെല്ലാവരും തമ്മിലുള്ള കണക്ഷനും ഓരോരുത്തരുടെയും തമ്മിലുള്ള ഡിപ്പെൻഡൻസിയുമാണ് നോക്കുന്നത്. ഫസ്റ്റ് ആസ്തിക ദർശനങ്ങളിൽ നിന്ന് സാങ്ഖ്യദർശനം എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ആസ്തിക നാസ്തിക ദർശനമാണ്. അതായത് ന്യൂട്രലായി നിൽക്കുന്നൊരു ദർശനമാണ്. മറ്റെല്ലാ ദർശനങ്ങളും ആസ്തികമായിട്ട് പറയപ്പെടുന്ന യോഗദർശനമായാലും ന്യായദർശനമായാലും ഇവയെല്ലാം ഗോഡ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ ഉണ്ട്. അതാണ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്, ഈ ഒരു കോസ്മോസൊക്കെ ക്രിയേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. എന്നാൽ സാങ്ഖ്യദർശനം എല്ലാം എന്യൂമറേഷൻ, സാങ്ഖ്യയുടെ ഒരു വേർഡ് മീനിങ്ങും തന്നെ പറയുന്നത് നമ്പറാണ്. അപ്പോൾ ആ ഒരു നമ്പർ വൈസാണ്. അങ്ങനെ 25 തത്വങ്ങൾ, ആ ഒരു 25 തത്വങ്ങൾ ചേർന്നാണ് ഇത് ഉണ്ടാകുന്നത്. അല്ലാതെ എക്സ്റ്റേണൽ ഫോഴ്സായിട്ടൊരു ഗോഡല്ല ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് സാങ്ഖ്യദർശനം പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഒരു ആസ്തിക ദർശനമാണ്. അത് ആസ്തിക ദർശനമാണ് കാരണം വേദിക്കായിട്ട് പറയുന്ന വേദിക് ഓതൻറ്റിസിറ്റിയിൽ ബിലീവ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. സാങ്ഖ്യദർശനം പറയുന്നത് 2 എറ്റേണൽ ആയിട്ടുള്ള എൻറ്റിറ്റീസ് ഉണ്ടെന്നാണ്. അതായത് നിത്യമായിട്ടുള്ള പ്രകൃതിയും പുരുഷനുമാണ് ഉള്ളത്. അതായത് പ്രകൃതി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു അൺകോൺഷ്യസ്നെസ് ആണ്. പുരുഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ആണ്.
പ്രകൃതി എന്ന് പറയുന്നത് നേച്ചർ ഓർ മാറ്ററിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഫോമാണ്. ഇതൊരു ചേഞ്ചബിൾ ആയിട്ടുള്ള, അതായത് മാനിഫെസ്റ്റ് ചെയ്ത് കഴിയുമ്പം ചേഞ്ചബിൾ ആണ്, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്, ഇൻഫൈനൈറ്റ് ആൻഡ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അതേസമയം പുരുഷ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് സ്പിരിറ്റ്, നമ്മുടെ കോൺഷ്യസ്നെസ്സിനെയാണ്, അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിനെയാണ് പുരുഷ എന്ന് പറയുന്നത്, വിച്ച് ഈസ് അൺചേഞ്ചബിൾ, അത് സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യമാണ് പുരുഷ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വിച്ച് ഈസ് സ്റ്റേബിൾ, അപ്പം എമോങ് പുരുഷ ഒരു പ്രകൃതി. അപ്പോൾ പുരുഷൻ ഏതാണ്, സ്റ്റേബിൾ ആണോ ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷൻ സ്റ്റേബിൾ ആണ്, അതേസമയം പ്രകൃതി എന്ന് പറയുന്നത് ആക്റ്റീവാണ്. ദർശനത്തിൻ്റെ ഫൗണ്ടർ കപില മഹർഷിയാണ്. സോ ഇദ്ദേഹം സിസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഈ ഒരു ഫിലോസഫിയെ വെച്ചിരിക്കുന്നത്. ഓക്കെ, സാംഘകാരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര കൃഷ്ണ എഴുതിയതാണ് സാംഘകാരിക എന്ന് പറയുന്നത്. കമൻട്രീസിലൊന്നാണത്. അപ്പം വേറെ കമൻട്രീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൗഡപാദയുടെ ഭാഷ്യം എന്ന് പറയുന്നത് ഈ സാംഖ്യദർശനത്തിനുള്ള കമൻട്രിയാണ്. പിന്നെ പറയുന്നത് വാചസ്പതി മിസ്ട്രിയുടെ തത്വ കൗമുദി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഈ ഒരു സാംഖ്യദർശനത്തിൻ്റെ കമൻട്രീസിൽ വരുന്നതാണ്. പിന്നെയും ഉണ്ട് വിജ്ഞാന ഭിക്ഷുകയുടെ സാംഖ്യ ഭാഷ്യ, പിന്നെ മദാരവൃത്തി എന്ന് പറയുന്നതും ഇതിൻ്റെ കമൻട്രീസിൽ പെട്ടതാണ്. ഇതിൻ്റെ ഈ കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ പറയുന്നത് തന്നെ ഈ പ്രകൃതിയെ പറ്റിയാണ്. അൺകോൺഷ്യസ്നായിട്ടുള്ള പ്രിൻസിപ്പിളാണ് പ്രകൃതി എന്ന് പറയുന്നത്. പുരുഷ എന്ന് പറയുന്നത് കോൺഷ്യസ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. സോ ഈ ഒരു ഡുവാലിസ്റ്റിക് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ബാക്കി എല്ലാ തത്വങ്ങളും ഉണ്ടായിരിക്കുന്നതെന്നും ആ തത്വങ്ങളിൽ നിന്നാണ് ഈ കോസ്മോസും ഈ ലോകം തന്നെ പടച്ചു വെച്ചിരിക്കുന്നതെന്നും എന്നാണ് സാംഖ്യദർശനത്തിൽ പറയുന്നത്. സോ എക്സ്ക്ലൂഡഡ് ഗോഡ്, ഈശ്വര എന്ന് പറയുന്നതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഈ ഒരു ഫിലോസഫിയിൽ, മേക്കിംഗ് ഇറ്റ്സ് എ നോൺ തീസ്റ്റിക് ഫിലോസഫി. സത്കാര്യവാദമാണ് ഈ ഒരു സാംഖ്യദർശനം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു തിയറി ഓഫ് കോസേഷൻ, ഒരു വാദം എന്ന് പറയുന്നത് എന്ത് തരത്തിലാണ് ഈ ഒരു ലോകം ഉണ്ടായത് എന്നതിനെ പറ്റി പല വാദങ്ങളുണ്ട്. അതിലൊന്നാണ് സത്കാര്യവാദം, തിയറി ഓഫ് കോസേഷൻ. അത് ഈ ഒരു സാംഖ്യദർശനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സോ എഫക്റ്റ് എക്സിസ്റ്റ് ഇൻ ഇറ്റ്സ് കോസ് പ്രിയർ ടു മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരു എഫക്റ്റ് എന്ന് പറയുന്ന സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു എഫക്റ്റിൽ നിന്നാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടാവാൻ കാരണമെന്നാണ് സത്കാര്യവാദം പറയുന്നത്. സത്കാര്യവാദം കൂടാതെ തന്നെ പരിണാമവാദവും സാംഖ്യദർശനം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് കോസ് ട്രാൻസ്ഫോംസ് ഇൻ ടു ഇറ്റ്സ് എഫക്റ്റ്, ഒരു കോസിൽ നിന്ന് അതൊരു എഫക്റ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നു എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഒരു അത് തടിയായിട്ടിരിക്കുന്നു, അതിനൊരു ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് അവിടെ ചെയറായിട്ട് കാണുന്നു. അതൊരു പരിണാമവാദമാണ്. അപ്പോൾ സാംഖ്യദർശന സപ്പോർട്ട് പരിണാമവാദ. അദ്വൈത വേദാന്തത്തിൽ ഈ ഒരു പരിണാമവാദത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് സപ്പോർട്ട് വിവർത്തവാദമാണ്. അതായത് അദ്വൈത വേദാന്തം വിവർത്തവാദത്തിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ക്രിയേഷൻ ഉണ്ടായിരിക്കുന്നതെന്ന് ഈ ഒരു സാംഖ്യദർശനത്തിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പുരുഷനും പ്രകൃതിയും കൂടി മിങ്കിൾ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ക്രിയേഷൻ ഉണ്ടാകുന്നത്. അവരുടെ സെപ്പറേഷൻ, അല്ലെങ്കിൽ ആ ഒരു പുരുഷൻ്റെയും പ്രകൃതിയുടെ സെപ്പറേഷനിൽ നിന്ന് ആ ഒരു കണ്ടിന്യൂസ് സൈക്കിൾ ഓഫ് ട്രാൻസ്ഫർമേഷനും ഡിസൊല്യൂഷനും ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ സഫറിങ്ങിനെ ഈ ഒരു സാംഖ്യദർശനത്തിൽ കണ്ടിരിക്കുന്നത്, ഈ ഒരു സഫറിങ് ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ ആ ഒരു പ്രകൃതിയുടെയും പുരുഷൻ്റെയും ഇവ തമ്മിലുള്ള ഡിസ്റ്റിങ്ക്വിഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സഫറിങ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു പുരുഷനും പ്രകൃതിയും ചേർന്നാണ് നമ്മുടെ ഈ ഒരു ക്രിയേഷൻ ഉണ്ടായിരിക്കുന്നത്. ആ പുരുഷൻ വേറെയാണ്, പ്രകൃതി വേറെയാണ് എന്നുള്ള ഒരു ഡിസ്റ്റിങ്ക്വിഷൻ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് സഫറിങ് വരുന്നതെന്നാണ് പറയുന്നത്. ഇനി പാത്ത് ഓഫ് ലിബറേഷൻ ആണ് പറയുന്നത്. ലിബറേഷൻ ഫ്രം പെയിൻ ഈസ് അച്ചീവ്ഡ് ത്രൂ ഡിസ്ക്രിമിനേറ്ററി നോളജ് ആൻഡ് റിഫ്ലക്ഷൻ. അതായത് നമ്മുടെ ആ ഒരു കറക്റ്റ് നോളജ്, ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ളൊരു നോളജും അതിൻ്റെ റിഫ്ലക്ഷനും വന്നു കഴിഞ്ഞാൽ നമുക്ക് ലിബറേഷൻ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ത്തോളം റിലീജിയസ് ആയിട്ടുള്ള പ്രാക്ടീസസ് ലൈക്ക് റിച്വൽസ് നടത്തുന്നു, സാക്രിഫൈസ് നടത്തുന്നു, ഡിവോഷൻ നടത്തുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ഇതൊക്കെ ഒരു ടെമ്പററി റിലീഫേ ഉണ്ടാക്കുന്നുള്ളൂ. എന്നാൽ റൈറ്റ് ആയിട്ടുള്ള നോളജ് വരുത്തി അവിടെ അവിദ്യയെ പൂർണ്ണമായും മാറ്റുകയാണെങ്കിൽ മാത്രമാണ് ഒരു ട്രൂത്ത് ഓഫ് ദ സെൽഫ് അറിയാൻ പറ്റുള്ളൂ, ലൈഫ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ, അൾട്ടിമേറ്റ് റിയാലിറ്റി എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഒരാൾക്ക് മോക്ഷപ്രാപ്തി കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള റിലീഫ് ഒരാൾക്ക് കിട്ടുന്നതെന്നാണ് സാംഖ്യദർശനത്തിൽ പറയുന്നത്.
നോക്കുമ്പോൾ തന്നെ സാഖ്യദർശനത്തിന് ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണുള്ളത്. സാഖ്യദർശനം പ്രിയോറിറ്റൈസ് ചെയ്യുന്നത് ഹ്യൂമൻ റീസണിങ്ങിനെയാണ്. അതായത് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാം തന്നെ നമ്മുടെ ഹ്യൂമൻ റീസണിങ് കൊണ്ട് അതിൽ നിന്നൊക്കെ ആൻസർ കിട്ടും എന്നാണ് പറയുന്നത്. അല്ലാതെ ഗോഡിനിവിടെ ഗോഡാണ് പെയിൻ റിലീവ് ചെയ്യുന്നത്, അങ്ങനെ ഒരു സംഭവത്തിനെ അല്ല സാഖ്യദർശനം സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ആർഗ്യുമെൻറ്റ്സ് ഫോർ വാദത്തിനെ കുറിച്ച് ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് വരുന്നുണ്ട്. അതിനെതിരെ വരുന്ന കുറച്ച് വാദങ്ങളാണ് അസത്കരണാത്ത് എന്ന് പറയുന്നത്. ഇത് പറയുന്നത് എഫക്റ്റ് എക്സിസ്റ്റ് ഇൻ ദ മെറ്റീരിയൽ കോസ് ബിഫോർ പ്രൊഡക്ഷൻ. അതായത് മിൽക്ക് എന്ന് പറയുന്ന സംഭവം ചേറാക്കി മാറ്റാൻ പറ്റില്ല. ഉപദാന ഗ്രഹണ എന്ന് പറഞ്ഞിട്ടുള്ള വാദമാണ്. അതെന്താണ് പറയുന്നത് വെച്ചാൽ ഓൺലി എ മെറ്റീരിയൽ കോസ് റിലേറ്റഡ് ടു ആൻ എഫക്റ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദാറ്റ് എഫക്റ്റ്. അതായത് മിൽക്കിന് മാത്രമേ യോഗേർട്ടായിട്ട് മാറാൻ കഴിയുള്ളൂ, മിൽക്കിന് മാത്രമേ കേർഡായിട്ട് മാറാൻ കഴിയുള്ളൂ. ആ ഒരു സംഭവമാണ് ഉപദാന ഗ്രഹണത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഉള്ളത് സർവ്വസംഭവ ഭാവാതാണ്. എ സ്പെസിഫിക് എഫക്റ്റ് ക്യാൻ ഓൺലി കം ഫ്രം എ സ്പെസിഫിക് കോസ്. ഒരു സ്പെസിഫിക് കോഴ്സിന് മാത്രമേ ഒരു എഫക്റ്റ്, അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് എഫക്റ്റ് വരാൻ പറ്റുള്ളൂ എന്ന് സെയിം നമ്മുടെ ഉപദാന ഗ്രഹണാതിനെ പോലെ തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ എതിരെയാണ് വരുന്നത്. ഇതുപോലെ തന്നെ പറയുന്ന മറ്റ് രണ്ട് വാദങ്ങൾ കൂടിയുണ്ട്. സക്തസ്യ സക്തി കാരണാതും കാരണഭാവാതും. അത് രണ്ടും പറയുന്നത് പൊട്ടൻ കോസ് മസ്റ്റ് കണ്ടെയ്ൻ ദ എഫക്റ്റ് ഇൻ എ അൺമാനിഫെസ്റ്റഡ് ഫോം. അതായത് ഒരു കോഴ്സിൽ തന്നെ അതിൻ്റെ എഫക്റ്റ് ഉണ്ട്, പക്ഷെ അത് അൺമാനിഫെസ്റ്റഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ്. അതായത് ഒരു കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അലമാര ഇങ്ങനെ ഇരിക്കുകയാണ്. ആ അലമാര പിന്നീട് അത് പൊളിച്ച് മാറ്റിക്കഴിഞ്ഞ് തടികളാകുന്ന ഒരു അൺമാനിഫെസ്റ്റഡ് ഫോം അത് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ തടി തന്നെ എടുക്കുക, അതിൻ്റെ തന്നെ ഒരു അൺമാനിഫെസ്റ്റഡ് ഫോമാണ് ടേബിൾ എന്ന് പറയുന്നത്. പിന്നെ കാരണഭാവത്ത് പറയുന്നത് നോൺ എക്സിസ്റ്റൻസ് ക്യാനോട്ട് പ്രൊഡ്യൂസ് എക്സിസ്റ്റൻസ്. അതായത് ഉണ്ടായ കാര്യങ്ങൾക്ക് മാത്രമേ വേറൊന്നിനും ഉണ്ടാക്കാൻ കഴിയുള്ളൂ, വേറെ എന്തിനെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഇല്ലാത്തൊരു സംഭവത്തിന് എന്തായാലും വേറൊരു സംഭവം ഉണ്ടാക്കാൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സത്കാര്യവാദത്തിന് എതിരെയായിട്ട് ഇവർ പറഞ്ഞു വെക്കുന്നത്. കാര്യങ്ങളാണ് അവർ പരിണാമവാദത്തിന് എതിരെ പറഞ്ഞു വെക്കുന്നത്. ഇനി പ്രകൃതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രകൃതിയാണ് ഈ ദർശനത്തിൻ്റെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പ്രകൃതി അൾട്ടിമേറ്റ് കോസ് ഓഫ് ദ എൻറ്റയർ വേൾഡ് എന്നാണ് പറയുന്നത്. സോ ഇതിൽ നിന്നാണ് നമ്മുടെ ഓരോ സബ്റ്റിൽ ആസ്പെക്റ്റും ഉണ്ടായിട്ടുള്ളത്. സച്ചസ് ബോഡി, മൈൻഡ്, ഇൻ്റലക്റ്റ്, ഈഗോ, ഇതെല്ലാം പ്രകൃതിയുടെ തന്നെ ഒരു വകതിരിവായിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. പ്രകൃതി മീൻസ് മാറ്റർ എന്നാണ് പറയുന്നത്. സോ ഇതൊക്കെ ചാർവാകവും ബുദ്ധിസത്തിൻ്റെയും ജൈനസത്തിൻ്റെയും വേറെ എല്ലാ ദർശനത്തിനും, ന്യാസദർശനം, വൈശേഷിക ദർശനത്തിൻ്റെയും എതിരെയാണ് പറയുന്നത്. അവർ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. എല്ലാം ഉണ്ടായിത്തീരുന്നതും എല്ലാം തിരിച്ചു ചെന്ന് ചേരുന്നതും ഈ ഒരു പ്രകൃതിയിലേക്കാണെന്നാണ് സാഖ്യദർശനം പറഞ്ഞു വയ്ക്കുന്നത്. പുരുഷ എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്യുവർ കോൺഷ്യസ്നെസ്സിനെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇത് പ്രകൃതിയിൽ നിന്ന് നേരെ വിപരീതമായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് പുരുഷ എന്ന് പറയുന്നത്. സോ പുരുഷ എന്ന് പറയുന്നത് ബോഡിയല്ല, മൈൻഡല്ല, ഇതിൽ നിന്നൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. അതിനെ നമുക്ക് സ്പിരിറ്റ് എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാം. കോൺഷ്യസ് സ്പിരിറ്റ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് വിത്തിൻ ഈച്ച് ബോഡി, എല്ലാ ബോഡിയിലുമുള്ള ഒരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് പറയുന്നതാണ് പുരുഷ എന്ന് പറയുന്നത്. ഇത് ബോഡിയല്ല, സെൻസല്ല, മൈൻഡല്ല, അതിൻ്റെ ഇൻ്റലക്റ്റും അല്ല. ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത് ബുദ്ധി, അതും അല്ല. അതിൽ നിന്നെല്ലാം വിപരീതമായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു എലമെൻ്റാണ് പുരുഷ എന്ന് പറയുന്നത്. ഇത്തരം ബോഡിയും സെൻസും മൈൻഡും ഒക്കെ അത് പ്രകൃതിയുടെ ഒരു പ്രൊഡക്റ്റാണ്. ഇതെല്ലാം ചേഞ്ച് വരുന്നതും ഡീക്കേ ആവുന്നതും സംഭവിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം പ്രകൃതിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുടെ പ്രൊഡക്റ്റായിട്ട് വരുന്നതെന്ന് പറയുന്നത്. പുരുഷ അങ്ങനെയല്ല, അത് അൺചേഞ്ചിങ് ആയിട്ടുള്ള എറ്റേണൽ ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ആണ്. അപ്പം ഇത്തരത്തിൽ പുരുഷൻ്റെ ഒരു ഭാഗമാണ് എല്ലാ മനുഷ്യ ശരീരത്തിലുള്ള ജീവാത്മാവ് എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് എ പ്യുവർ കോൺഷ്യസ്നെസ്. ഇത്തരത്തിലുള്ള ബോഡിയിലുള്ള അല്ലെങ്കിൽ മനസ്സിലുള്ള പുരുഷ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിനെ നമ്മൾ ബോഡിയാണ് അത്, അല്ലെങ്കിൽ മൈൻഡാണത്, ഇൻ്റലക്റ്റാണ് അത്, ആ ഒരു ആത്മാവെന്ന് പറയുന്ന ബോഡിയാണ് അല്ലെങ്കിൽ മൈൻഡാണ്, ഇതൊക്കെയാണ് എറ്റേണൽ എന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടെ ഇല്യൂഷനും ഇഗ്നോറൻസും ഒക്കെ ഉണ്ടാവുന്നത്. സോ സാഖ്യദർശനം പറയുന്ന 23 പുരുഷനും പ്രകൃതിയും ഒഴിച്ചിട്ടുള്ള ബാക്കി 23 തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുരുഷനും പ്രകൃതിയും ഒരുമിച്ചിട്ട് പറയുന്നത് 25 തത്വങ്ങളെന്നാണ്. ഇവിടെ കാണാം പുരുഷനും പ്രകൃതിയും ചേർന്നാണ് മഹത്ത് ഉണ്ടാകുന്നത്. മഹത്ത് അല്ലെങ്കിൽ ബുദ്ധി.
ഓക്കെ, ആ ഒരു ബുദ്ധിയിൽ നിന്നാണ് അഹങ്കാരം അല്ലെങ്കിൽ ഈഗോ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. ഈ അഹങ്കാരത്തിൽ തന്നെ 3 തരത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. സാത്വികം അല്ലെങ്കിൽ സത്വ അഹങ്കാരം, രജ അഹങ്കാരം, തമോ അഹങ്കാരം. അതിൽ സത്വ അഹങ്കാരത്തിൻ്റെ 3 പാർട്ടായിട്ടാണ് മനസ്സ് വരുന്നത്. പിന്നെ വരുന്നത് ഇന്ദ്രിയാസ് ഫോർ കോഗ്നിഷൻ, അതായത് നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ് പറയുന്നത്. ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്, സ്കിൻ. പിന്നെ പറയുന്നത് ഇന്ദ്രിയാസിൻ്റെ ആക്ഷൻ, അതായത് ആക്ഷൻ ചെയ്യാനുള്ള ഇന്ദ്രിയാസ്, അതായത് ഏതൊക്കെ ആണ് നമ്മുടെ കർമ്മേന്ദ്രിയാസ് എന്നാണ് പറയുന്നത്. തൊട്ടു മുന്നേ പറഞ്ഞത് ജ്ഞാനേന്ദ്രിയാസ് ആണ്, ഇനി പറയാൻ പോകുന്നത് കർമ്മേന്ദ്രിയാസ് ആണ്. അതേതൊക്കെയാണെന്ന് വെച്ചാൽ പാണി, പാദം, വാക്ക്, പായു, ഉപസ്ഥ, അതായത് ഹാൻഡ്സ്, ഫീറ്റ്, സ്പീച്ച്, എക്സ്ക്രീറ്ററി ഓർഗൻസും ഓർഗൻ ഓഫ് ജനറേഷൻ. തമോ അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് തന്മാത്രാസും ഭൂതാസും. അതായത് ഈ ഒരു ഇന്ദ്രിയം കൊണ്ട് നമ്മൾ അറിയുന്ന കാര്യങ്ങളെയാണ്, നമ്മൾ ഉള്ളിലേക്ക് അറിഞ്ഞെടുക്കുന്ന കാര്യങ്ങളാണ് തന്മാത്രാസ്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ സൗണ്ട്സ്, ടച്ച്, ഫോം, അതായത് കണ്ണുകൊണ്ട് നമ്മൾ ഫോം എന്താണെന്ന് അറിയുന്നു, ഇയർ കൊണ്ട് നമ്മൾ സൗണ്ട് എന്താണെന്ന് അറിയുന്നു, നോസ് കൊണ്ട് നമ്മൾ എന്താണ് അതിൻ്റെ സ്മെല്ലെന്നറിയുന്നു, ടങ് കൊണ്ട് ഫ്ലേവർ അറിയുന്നു, സ്കിന്ന് കൊണ്ട് ടച്ച് അറിയുന്നു. അത്തരം തന്മാത്രകളാണ് താമസിക അഹങ്കാരത്തിൻ്റെ താഴെയായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ ഭൂതാസ്, അത്തരം ഭൂതങ്ങൾ, അതായത് മഹാഭൂതങ്ങൾ ഏതാണെന്നോ മെജോറിറ്റി നമുക്ക് പെക്കുലറായിട്ട് പറയാൻ പറ്റുന്നത്, അതിനനുസരിച്ചാണ് തന്മാത്രകൾ വരുന്നത്. ഫോർ എക്സാമ്പിൾ സൗണ്ടിനാണെങ്കിൽ മഹാഭൂതമാണ് ഉള്ളത്. ഈ മഹാഭൂതം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു സൗണ്ട് എന്ന് പറയുന്ന തന്മാത്രയെ അറിയാൻ പറ്റുന്നത്. എയർ ഉള്ളത് കൊണ്ടാണ് ടച്ച് അറിയാൻ പറ്റുന്നത്. ഫയർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കണ്ണിലുള്ള ആ ഒരു കാഴ്ച, ആ ഒരു നമുക്ക് ഫോം ചെയ്യുന്നത്. അതായത് ഒരു സബ്ജക്റ്റിൽ ആ ഒരു ഫയർ എന്ന് പറയുന്ന ആ ഒരു റിഫ്ലക്ഷൻ, ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അടിച്ച് അത് തിരിച്ച് കണ്ണിലേക്ക് വന്ന് റെറ്റിനയിൽ അത് കാണുന്നത്, അതൊക്കെ ഫയർ എലമെൻറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ടാണ് അതായത് നമുക്ക് ആ കാഴ്ചയിലുള്ള ആ ഒരു വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ പറയുന്നത് വാട്ടർ കൊണ്ട് ഫ്ലേവർ, നാക്കിലുള്ളത്, അതായത് നമുക്ക് ആ ഒരു സലൈവ, ഉമിനീര്, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ്. പിന്നെ നമ്മുടെ ടേസ്റ്റ് ബഡ്സ്, ഇതിൻ്റെയൊക്കെ പ്രവർത്തനം കൊണ്ടാണ് ഫ്ലേവർ അറിയാൻ പറ്റുന്നത്. വാട്ടറാണ് അവിടെ ഭൂതമായിട്ട് വരുന്നത്. പിന്നെ എർത്താണ് സ്മെല്ലിൻ്റെ മഹാഭൂതമായിട്ട് പറയുന്നത് എർത്താണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ദർശനമാണ് യോഗ ദർശനം. സോ അണ്ടർസ്റ്റാൻഡിങ് സുപ്രീം റിയാലിറ്റിയാണ് ഈ യോഗ ദർശനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ നമുക്ക് പറയുകയാണെങ്കിൽ സാഖ്യദർശനവും യോഗദർശനവും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. അത് ഒരേ തരത്തിലാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ സാഖ്യദർശനത്തിനെ നമുക്ക് തിയറി ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തന്നെ ഒരു പ്രാക്ടിക്കൽ വേർഷനായിട്ട് നമുക്ക് യോഗദർശനത്തിന് എടുക്കാൻ പറ്റും. സോ സാഖ്യ പറയുന്നത് എംഫസൈസ് നോളജ് ആസ് ദ പാത്ത് ഓഫ് ലിബറേഷൻ, അതായത് ഈ നോളജ് അല്ലെങ്കിൽ അറിവില്ലായ്മ മാറ്റിക്കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു പാത്ത് ഓഫ് ലിബറേഷനിൽ എത്താൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. അതേസമയം യോഗ പറയുന്നത് പതഞ്ജലി മഹർഷി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു എത്തിക്കൽ ലൈഫ് ലീഡ് ചെയ്ത് അതിൽ നിന്ന് ഒരു ഫേമായിട്ടുള്ളൊരു അഭ്യാസവും വൈരാഗ്യവും ഒക്കെ ചെയ്ത് ആ ഒരു സാധന പ്രാക്ടീസിലൂടെയാണ് നമ്മൾ ആ ഒരു ഗോഡിലേക്ക് എത്തുന്നത്. ആൻഡ് അവിടെ ഒരു ഗോഡിലുള്ള വിശ്വാസവുമുണ്ട്. ഒരു ഫേം ബിലീവ് ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡാണ് യോഗയിലും പറഞ്ഞു വയ്ക്കുന്നത്. സോ അതാണ് ഇവിടുത്തെ വ്യത്യാസം. സിമിലാരിറ്റീസ് അത് പറയുന്ന ആ ഒരു എപ്പിസ്റ്റമോളജീസിലാണ് ആ ഒരു സിമിലാരിറ്റി കാണുന്നത്. അതായത് യോഗയിലും പറയുന്നുണ്ട് അവിദ്യയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന്, സാഖ്യയിലും പറയുന്നുണ്ട് ഈ ഒരു തരത്തിൽ അറിവില്ലായ്മ മാറ്റിക്കഴിഞ്ഞാലാണ് നമുക്ക് മോക്ഷപ്രാപ്തി കിട്ടുന്നതെന്ന്. സോ പതഞ്ജലി മഹർഷി ഈ ഒരു യോഗ ദർശനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഫിസിയോളജിക്കലും സ്പിരിച്വലും ഫിലോസഫിക്കലായിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു കോംപ്രമൈസിങ് ആയിട്ടുള്ള 8 അംഗങ്ങളാണ്. അത് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി, ഈ ഒരു 8 സ്റ്റെപ്പാണുള്ളത്. അത് യമ എന്ന് പറയുന്നത് സോഷ്യൽ കണ്ടക്ട്സ് ആണ്, നമ്മൾ സൊസൈറ്റിയിൽ പാലിക്കേണ്ട കുറേ നിയമങ്ങളാണ് പറയുന്നത്. നിയമ എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണലി പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ലൈക്ക് ശൗച്യം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. ആസനാസ് പറയുന്നത് ആ ഒരു ബോഡിയുടെ പ്രിപ്പറേഷനാണ്. അങ്ങനെ നിയമങ്ങൾ വെച്ചിട്ട് നമ്മുടെ മൈൻഡ് പ്രിപ്പയർ ചെയ്തു, ആസനാസ് വെച്ചിട്ട് നമ്മുടെ ബോഡി പ്രിപ്പയർ ചെയ്തു. പിന്നെ പറയുന്നത് പ്രാണായാമമാണ്, നമ്മുടെ ബ്രെത്ത് കൺട്രോളാണ്. ആ ബ്രെത്ത് കൺട്രോളാണ് നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒരു ബ്രിഡ്ജായിട്ട് വരുന്നത്. ഇത്തരത്തിൽ നിയമ, ആസന, പ്രാണായാമത്തിനെ പ്രത്യാഹാരത്തിനെ കൂട്ടി നമുക്ക് ബഹിരംഗാസസ് എന്ന് പറയാൻ പറ്റും. പിന്നെ പറയുന്ന ഈ പ്രത്യാഹാരം എന്ന് പറയുന്നത് ഈ ഒരു നിയമ, ആസന, പ്രാണായാമത്തിൻ്റെയും ധാരണ, ധ്യാന, സമാധിയുടെയും ബ്രിഡ്ജാണ്.
അപ്പോൾ പ്രത്യാഹാരം എന്ന് പറയുന്നത് വിഡ്രോവൽ ഓഫ് സെൻസ് ആണ്. നമ്മുടെ സെൻസസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആഹാരം, ആ ഒരു ക്രിയയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്രിയകൾ, ഇത്രയും നിയമ ആസന പ്രാണായാമം പ്രത്യാഹാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പിന്നെ ഇൻറ്റേർണലി മാറ്റങ്ങൾ സംഭവിക്കും. അതിനാണ് ബാക്കിയുള്ള 3 നമ്മൾ അന്തരംഗാസം എന്ന് പറയുന്നത്. ധാരണം കിട്ടും. അപ്പോൾ ആ ഒരു ഇത്രയും അഭ്യാസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടും. ആ കോൺസെൻട്രേഷൻ കിട്ടിയാലേ നമുക്ക് ധ്യാനം ചെയ്യാൻ കഴിയുള്ളൂ. ആ ധ്യാനത്തിലൂടെ നമുക്ക് ആ ഒരു വണ്ണസിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആ ഒരു ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന സമാധിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. മഹർഷി പറയുന്ന കാര്യം വൈരാഗ്യവും അഭ്യാസവുമാണ്. അഭ്യാസം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡെയിലി പ്രാക്ടീസാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. വൈരാഗ്യം പറയുന്നത് ആ ഒരു പ്രാക്ടീസിൽ നിന്നുണ്ടാവുന്ന റിസൾട്ടിലേക്ക് നമ്മൾ അറ്റാച്ച് ആവാതിരിക്കുക എന്നുള്ളതാണ്. നോൺ അറ്റാച്ച്മെൻ്റ് ആണ് വൈരാഗ്യം എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു പതഞ്ജലി, as one increasingly discovers the real self, a process called vairagya naturally occurs. അപ്പോൾ നമ്മുടെ ആ ഒരു യോഗിക് പാത്വേയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നു ചേരുന്നൊരു സവിശേഷ ഗുണമാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാരിഫിക്കേഷൻ കുറച്ച് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ മലയാളത്തിൽ ഇപ്പം വാക്യം യൂസ് ചെയ്യുന്ന വൈരാഗ്യം എന്ന് പറയുന്ന ആ ഒരു വൈരാഗ്യമല്ല ഇവിടെ പതഞ്ജലി മഹർഷി ഉദ്ദേശിക്കുന്ന വൈരാഗ്യം. സോ യോഗ ഡസ് നോട്ട് എയിം ടു ഡിമിനിഷ് ഇൻട്രസ്റ്റ് ഇൻ പ്ലഷർ ഓഫ് ലൈഫ് ഇറ്റ് സെൽഫ്. ആ ഒരു ലൈഫിൻ്റെ പ്ലഷറിൽ നിന്നുള്ള മൊത്തത്തിലുള്ള അറ്റാച്ച്മെൻ്റ് അല്ല ഇത് പറയുന്നത്. പകരം എൻജോയിങ് പ്ലഷർ ആസ് എ വിറ്റ്നസ് റാദർ ദാൻ എ പാർട്ടിസിപ്പൻറ്റ്. അതായത് നമ്മളിപ്പോൾ എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുമായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഹേർട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം തന്നെ നമ്മൾ ആ ഒരു സാഹചര്യത്തിനോട് അല്ലെങ്കിൽ ആ ഒരു സിനാരിയോട് നമ്മൾ ഒരുപാട് അറ്റാച്ച്മെൻറ്റ് കാണിക്കാതെ അതൊരു വിറ്റ്നസ്, ഒരു സാക്ഷിയെ പോലെ നിന്ന് കണ്ട് മനസ്സിലാക്കുക. ആ ഒരു മനോഭാവമാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഒരു യോഗിക് ലൈഫിൽ ഒരു കുറച്ചൊക്കെ സെൽഫ് റിയലൈസേഷൻ വന്ന് തുടങ്ങിയ ഒരാൾക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് ആ ഒരു മനസ്സാക്ഷി അല്ലെങ്കിൽ ആ ഒരു സാക്ഷിയിൽ നിന്ന് കാര്യങ്ങളെ കാണുക എന്നുള്ളത്. അതിനെയാണ് ഇവിടെ വൈരാഗ്യമെന്ന് പതഞ്ജലി മഹർഷി ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു വൈരാഗ്യം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് സ്വതവേ നമുക്ക് കിട്ടുന്ന കുറച്ച് ഗുണങ്ങളാണ് കാംനെസ്, സ്റ്റെബിലിറ്റി ആൻഡ് സെറീൻ മൈൻഡ് എന്ന് പറയുന്നത്. നമ്മളെ തന്നെ ചങ്ങലക്കിടുന്ന ഒരു മനസ്സാണ് ഓരോരുത്തർക്കും ഇന്നത്തെ കാലത്തുള്ളത്. അപ്പം ആരാണോ നമ്മുടെ മനസ്സിനെ തടങ്കലിലാക്കിയിട്ടിരിക്കുന്നത് അത് നമ്മൾ തന്നെയായിരിക്കും. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുക. ആ ഒരു ഫ്രീഡം നമുക്ക് കണ്ടെത്താൻ പറ്റും നമ്മുടെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ആ ഒരു ചങ്ങല പൊട്ടിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ മനുഷ്യനും ഉണ്ട്. ഇനി അടുത്തത് ന്യായദർശനത്തിനെ കുറിച്ചാണ് പറയുന്നത്. ന്യായം മീൻസ് ലോജിക്. ആ ഒരു സ്കൂൾ ഓഫ് ലോജിക്കാണ് ന്യായദർശനം പറഞ്ഞു വയ്ക്കുന്നത്. ഇറ്റ്സ് റിഫേഴ്സ് ടു എ പ്രോസസ് ഓഫ് റീസണിങ് ഓർ സിലോജിസ്റ്റിക് റീസണിങ് ബേസ്ഡ് ഓൺ ലോജിക്. അപ്പോൾ ഒരു പോപ്പുലർ യൂസേജ് ഉള്ളത് ന്യായ ഓൾസോ സിഗ്നിഫൈസ് ജസ്റ്റിസ് എന്നാണ് പറയുന്നത്. സോ വൈൽ ന്യായ ടെക്സ്റ്റ് ആർ പ്രൈമറിലി എ സ്റ്റഡി ഓഫ് ഫോർമൽ ലോജിക്, ദെയർ അൾട്ടിമേറ്റ് ഫോക്കസ് ലൈക്ക് അതർ ഇന്ത്യൻ ഫിലോസഫീസ് ഈസ് ലൈഫ്. അപ്പോൾ ലൈഫിനെ ഒരു ലോജിക്കൽ ആസ്പെക്റ്റിൽ കാണുകയാണ് ന്യായദർശനത്തിൽ ചെയ്യുന്നത്. സേജ് ഗൗതമയാണ് ഈ ഒരു ന്യായദർശനം പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അക്ഷപാത എന്നും പറയപ്പെടുന്നുണ്ട്. സോ ഈ ഒരു ന്യായവിദ്യ അല്ലെങ്കിൽ തർക്കശാസ്ത്രം പറയുന്നത് സയൻസ് ഓഫ് ലോജിക്കും റീസണിങ്ങും ആണ്. എന്തൊക്കെയാണ് കറക്റ്റ് നോളജിൻ്റെ കണ്ടീഷൻസ്, അതിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ന്യായദർശനത്തിൽ പറഞ്ഞു വെക്കുന്നത്. സോ ഇതിനെ ക്രിട്ടിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ ദ സയൻസ് ഓഫ് ക്രിട്ടിക്കൽ സ്റ്റഡി എന്ന് പറയുന്നുണ്ട്. നേച്ചർ എന്താണ്, അതിൻ്റെ സോഴ്സ് എന്താണ്, വാലിഡിറ്റി ഓഫ് നോളജ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിനെയൊക്കെ അനലൈസ് ചെയ്യുകയാണ് ഇത്തരത്തിൽ ന്യായദർശനം ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റഡീനെ പറയുന്ന പേരാണ് അന്വേഷിക്കി എന്ന്. അപ്പോൾ അന്വേഷിക്കുക ചെയ്തുകൊണ്ട് നമ്മൾ എത്തിച്ചേരേണ്ട കാര്യം വാലിഡ് ആയിട്ടുള്ള നോളജിലേക്കും എക്സ്റ്റേണൽ വേൾഡിനെ കുറിച്ചും അതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണ്, നമ്മുടെ മൈൻഡും നമ്മുടെ സെൽഫുമായിട്ട് അതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വാലിഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടാക്കുക എന്നതാണ് ഈ ഒരു ന്യായദർശനത്തിൽ അന്വേഷിക്കൊണ്ട് എയിം ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് ലിബറേഷനിലേക്ക് എത്തിച്ചേരുക. അതായത് അബ്സല്യൂട്ട് സെസേഷൻ ഓഫ് പെയിൻ ആൻഡ് സഫറിങ്, അതാണ് ലിബറേഷനിൽ പറയുന്നത്. സോ അങ്ങനെ ആ ഒരു ലിബറേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ലോജിക്കൽ ടെക്നിക്സ് മാസ്റ്റർ ചെയ്തിരിക്കണമെന്നാണ് ന്യായദർശനത്തിൽ പറയുന്നത്. ഇതിലാണ് പ്രമാണാസ് അല്ലെങ്കിൽ പ്രമാണാസ് എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് വാലിഡിറ്റിയാണ്. ഇത്തരത്തിൽ പ്രമാണാസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യക്ഷ പ്രമാണമുണ്ട്, അനുമാന പ്രമാണം, ഉപമാന പ്രമാണം, ശബ്ദം അല്ലെങ്കിൽ ആപ്തോപദേശം, ശബ്ദപ്രമാണം. അപ്പോൾ ഈ ഒരു പ്രത്യക്ഷ പ്രമാണം എന്ന് പറയുന്നത് കൊണ്ട് കണ്ട് മനസ്സിലാക്കി നേരിട്ട് അറിഞ്ഞ് പ്രത്യക്ഷത്തിലുള്ള പ്രൂഫാണ് പ്രത്യക്ഷ പ്രമാണം എന്ന് പറയുന്നത്, പെർസെപ്ഷൻ. അനുമാനം എന്ന് പറയുന്നത് ഇൻഫറൻസ് ആണ്.
അനുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായി, അപ്പോൾ അതിന് മുന്നേ വേറൊരു കോസ് അവിടെ ഉണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്നു, അപ്പോൾ അത് ഒരു മൊട്ടായിരിക്കണം മുന്നേ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലഡ് ഉണ്ടായി, ആ ഫ്ലഡ് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോസായിട്ട് ഒരു മഴ എന്തായാലും വന്നിരിക്കണം. അപ്പോൾ അത്തരത്തിൽ അനുമാനം ചെയ്യുന്നതിനെയാണ് അനുമാന പ്രമാണം എന്ന് പറയുന്നത്, ഇൻഫറൻസ്. ഇനി പറയുന്നത് ഉപമാനം. ഇതിങ്ങനെയാണെങ്കിൽ അതങ്ങനെയായിരിക്കണം. അതൊരു കമ്പാരിസനാണ്, സിമിലിയാണ് അവിടെ കൊടുക്കുന്നത്. ഇതിങ്ങനെയാണെങ്കിൽ അതങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിൽ. ശബ്ദ ഉപദേശം അല്ലെങ്കിൽ ശബ്ദപ്രമാണം എന്ന് പറയുന്നത് എഴുതി വെച്ചിട്ടുള്ള റിയൽ ആയിട്ടുള്ള ട്രൂത്തിനെയാണ് ശബ്ദം അല്ലെങ്കിൽ ആപ്തം എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ പ്രമാണങ്ങളുടെ സ്റ്റഡി ഒരു സെൻട്രൽ പോർഷൻ ഓഫ് ന്യായ ഫിലോസഫിയാണ്. സോ ഇത്തരത്തിൽ കറക്റ്റ് നോളജ് ഒരാൾക്ക് വന്നു ചേർന്നാൽ എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അറിയാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആൻഡ് റോങ്, ഡിസ്പ്യൂട്ട് ആൻഡ് ഇൻഡിസ്പ്യൂട്ടബിൾ, ദ പെർട്ടിക്കുലർ ആൻഡ് ദ യൂണിവേഴ്സൽ, ദ ബോഡി ആൻഡ് സോൾ. അപ്പോൾ ശരി എന്താണ് തെറ്റാണെന്ന് മനസ്സിലാക്കും. പർട്ടിക്കുലർലി ഇവിടെ ഉള്ളത് നശ്വരമായത് എന്താണ്, അനശ്വരമായത് എന്താണെന്ന് മനസ്സിലാക്കും. ബോഡി എന്താണ്, സോൾ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതാണ് ന്യായ ഫിലോസഫി എന്ന് പറയുന്നത്. പ്രമാണം, പ്രമേയം, സംശയം, പ്രയോജനം, ദൃഷ്ടാന്തം, സിദ്ധാന്തം, അവയവ, തർക്ക, നിർണയ, വാദ, ജൽപ, വിദണ്ഡ, ഹേതു ആഭാസ, ചല, ജതി ആൻഡ് നിഗ്രഹസ്ഥാന. അപ്പോൾ പ്രമാണം പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഴ്സ് ഓഫ് നോളജ് ആണത്. പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ. പ്രമേയം പറയുന്നത് ഒബ്ജക്റ്റ്. പിന്നെ പറയുന്ന ഒരു ഇതിൽ പറയാത്തൊരു പ്രമാണം വേറെ ഉള്ളത് യുക്തി പ്രമാണമാണ്. യുക്തി പ്രമാണം പറഞ്ഞു വയ്ക്കുന്നത് യോഗദർശനമാണ്. ഇനി പ്രമേയം പറയുന്നത് ഒബ്ജക്റ്റ് ഓഫ് നോളജ്, അതിൻ്റെ നോളജിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്, അതാണ് പ്രമേയം. ഡൗട്ട് ഓർ അൺസർട്ടനിറ്റി, ഈ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ആ സംശയം നികത്തി അവിടെ ഒരു കറക്റ്റ് നോളജ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ പ്രയോജനം, ആ ഒരു നോളജിന് ഒരു എയിം ഓർ പേർപ്പസ് ഉണ്ടായിരിക്കണം. ദെൻ ദൃഷ്ടാന്തം, ആ ഒരു നോളജിന് ഒരു ദൃഷ്ടാന്തം അല്ലെങ്കിൽ എക്സാമ്പിൾ അവിടെ കോട്ട് ചെയ്തിട്ടുണ്ടാവണം. സിദ്ധാന്തം, ഡോക്ട്രിൻ ഓർ കൺക്ലൂഷൻ, അതിന്നൊരു കൺക്ലൂഷൻ കറക്റ്റ് പറയാൻ കഴിയണം. അവയവ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഇൻഫറൻസ് ആണ്. നമുക്കുള്ള ആ ഒരു അനുമാനത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് ഒക്കെ എന്തൊക്കെയാണ്, അതാണ് അതിനെ അവയവം എന്ന് പറയുന്നത്. ദെൻ ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെൻറ്റ്സ് അവിടെ വേണം. കുറച്ചിങ്ങനെ ആർഗ്യുമെൻറ്റ്സിലൂടെ മാത്രമേ പലരുടെയും കൺക്ലൂഷൻ, പലരുടെയും അഭിപ്രായങ്ങൾ കേട്ട് തർക്കം നടത്തി അതിൽ നിന്നൊരു കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റുള്ളൂ. ദെൻ നിർണയം, കൺക്ലൂഷൻ ഓർ ഡിറ്റർമിനേഷൻ ആണ് അവിടെ പറയുന്നത്. ഇവിടെ ഒരു ഡിറ്റർമിനേഷൻ അവിടെ ഈ ഒരു തർക്കത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. വാദം, ഡിസ്കഷൻ ഓർ ഡിബേറ്റ് ആണ് വാദം എന്ന് പറയുന്നത്. ജൽപ്പം എന്ന് പറയുന്നത് റോഗ്ലിംഗ് ഓർ ഡിസ്പ്യൂട്ടേഷൻ. ദെൻ വിദണ്ഡ പറയുന്നുണ്ട് ഇർറാഷണൽ ആർഗ്യുമെൻറ്റ് ഓർ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഹേതുവാഭാസം, സ്പെഷ്യസ് റീസണിങ് ഓർ ഫാലസി. ഹേതുവാഭാസം, അതൊരു ഫാലസിയാണ്, ഹേതുവിന് ആഭാസമായിട്ടുള്ള കാര്യം. ചല, ഡിസെപ്റ്റീവ് ആയിട്ടുള്ള റിപ്ലൈ. ജതി, അത് ജനറാലിറ്റി ബേസ്ഡ് ഓൺ ഫോൾസ് അനലോഗി. നിഗ്രഹസ്ഥാനം, ഗ്രൗണ്ട് ഫോർ ഡിഫീറ്റ് ഇൻ ഡിബേറ്റ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു നോളജിലോട്ട് എത്താനുള്ള വഴികളൊക്കെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്ന ഇത്രയും ഡിവിഷൻസ് എന്ന് പറയുന്ന പദാർത്ഥാസ് എന്ന് പറയുന്ന സംഭവം. നെക്സ്റ്റ് പറയുന്നത് വൈശേഷിക ദർശനമാണ്. ഇത് പറഞ്ഞു വയ്ക്കുന്നത് ഒരു കമ്പൈൻഡ് ഫിലോസഫി ആയിട്ടാണ്. വൈശേഷികം എന്ന് പറയുന്നത് കണാദ മഹർഷി എഴുതിയതാണ്. ഇതിൻ്റെ മെയിൻ നമുക്ക് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയുടെ ഒരു വേർഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഡാൾട്ടൻ അറ്റോമിക് തിയറി പറയുന്നതിന് മുന്നേ വൈശേഷിക ദർശനത്തിൽ കണാദ മഹർഷി ഇത്തരം ആ ഒരു അണു അല്ലെങ്കിൽ കണം എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച്, ആറ്റത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏകദേശം ന്യായദർശനത്തിൽ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ന്യായദർശനത്തിനും വൈശേഷിക ദർശനവും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഫിലോസഫിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും, ന്യായ വൈശേഷിക ദർശനം. സോ ഇതിൻ്റെ ഫൗണ്ടർ വരുന്നത് കണാദ മഹർഷിയാണ്. അദ്ദേഹത്തിനെ ആലൂക്യ എന്നും പറയുന്നുണ്ട്. പ്രശസ്ത പാതയുടെ സ്വാർത്ഥധർമ്മ സംഗ്രഹ എന്ന് പറഞ്ഞിട്ട് കമൻട്രി ഇതിലുണ്ട്. വൈശേഷിക ദർശനത്തിന് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എല്ലാ വസ്തുവിനും ഒരു പ്രത്യേക തരം അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ടാവുന്നതാണ്. അതായത് വിശേഷമായിട്ടുള്ളൊരു പെർട്ടിക്കുലർ ക്വാളിറ്റി ബാക്കി എന്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ ഉണ്ടാകും എന്നാണ് വൈശേഷിക ദർശനത്തിൻ്റെ മെയിൻ കോൺസെപ്റ്റ് പറഞ്ഞു വയ്ക്കുന്നത്. സോ ഈ ഒരു കണാദ മഹർഷി കണഭാസ്ക അല്ലെങ്കിൽ ആറ്റം ഈറ്റർ എന്നും
അറിയപ്പെടുന്നുണ്ട്. ആറ്റം ഈറ്റർ ഭാസ്ക. ഡ്യൂ ടു ഹിസ് വർക്ക് ഓൺ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ദ യൂണിവേഴ്സ് വിച്ച് ഈസ് കോൾഡ് പരമാണു. പരമാണു എന്ന് പറയുന്നത് മോസ്റ്റ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഏറ്റവും ചെറിയ വെരി സ്മോൾ. അണു എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ആണ്. അപ്പോൾ നമുക്ക് കണാദ മഹർഷീനെ ആ ഒരു ആറ്റം കണ്ടുപിടിക്കുന്നതിന് മുന്നേ അദ്ദേഹം ആറ്റം കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. So his work is now recognized as a rudimentary form of atomic theory. സോ കണാദ മഹർഷിയുടെ ഐഡിയ എന്ന് പറയുന്നത് ഡെമോക്രിറ്റസ്, അതായത് അറ്റോമിക് തിയറിയുടെ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന ഡെമോക്രിറ്റസിൻ്റെ അതുമായിട്ടുള്ള സിമിലർ ആണ് എന്ന് പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും, കണാദ മഹർഷിയും ഡെമോക്രിറ്റസും ബിലീവ് ചെയ്തിരുന്നത് ആറ്റമാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഇൻഡിവൈസിബിൾ, അതിന് ഫർദർ ആയിട്ട് നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റാത്ത ഇംപെർസെപ്റ്റിബിൾ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്. എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇത് കൂട്ടിവെച്ചിട്ടാണ് ബാക്കി എല്ലാ സബ്ജക്റ്റും സബ്സ്റ്റൻസും ഉണ്ടായിരിക്കുന്നത് എന്ന് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ആറ്റം കുഡ് നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് എന്നാണ് പറയുന്നത്. സോ യുണീക്ക് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ വിശേഷ, ഇൻട്രൊഡ്യൂസ് സ്പെഷ്യൽ കാറ്റഗറി റിയാലിറ്റി, യുണീക്നെസ്നെസ്. എല്ലാത്തിനും ഒരു യുണീക്നെസ് ഉണ്ടാവും എന്ന് ഈ ഒരു വൈശേഷിക ദർശനത്തിൽ പറയുന്നുണ്ട്. ന്യായദർശനവുമായിട്ട് സാമ്യം പുലർത്തുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് വൈശേഷിക ദർശനവും ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗോൾ എന്തൊക്കെയാണ് സിമിലർ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ലിബറേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സെൽഫ്, ഇഗ്നോറൻസ് ആൻഡ് ദ റൂട്ട് കോസ് ഓഫ് പെയിൻ ആൻഡ് മിസറി. അത് നമ്മളിപ്പോൾ നോക്കിയതിൽ മെയിൻ ദർശനങ്ങളിൽ എല്ലാത്തിലും ഈ ഒരു ഇഗ്നോറൻസ് അല്ലെങ്കിൽ അവിദ്യയാണ് നമ്മുടെ പെയിൻ്റെയും മിസറിയുടെയും മെയിൻ റൂട്ട് കോസായിട്ട് പറയുന്നത്. അത്തരത്തിൽ റൈറ്റ് നോളജ് ഉണ്ടെങ്കിൽ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലിബറേഷൻ്റെ പാത്തിലേക്ക് നമ്മൾ എത്തിയെന്ന് പറയാൻ പറ്റും. സോ സോഴ്സ് ഓഫ് നോളജ് ഇവിടെ പറയുന്നത് ന്യായ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ പ്രത്യക്ഷ പ്രമാണം, ഉപമാനം, അനുമാനം, പിന്നെ ആപ്തോപദേശം അല്ലെങ്കിൽ ശബ്ദപ്രമാണമാണ് പറയുന്നത്. അതേസമയം വൈശേഷിക ദർശനം അക്സെപ്റ്റ് ചെയ്യുന്ന 2 പ്രമാണങ്ങളേ ഉള്ളൂ. പ്രത്യക്ഷ പ്രമാണവും അനുമാന പ്രമാണവും, ഇത് രണ്ടും മാത്രമാണ് വൈശേഷിക ദർശനത്തിൽ കണാദ മഹർഷി അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ വൈശേഷിക ദർശനത്തിൽ നമുക്ക് 7 കാറ്റഗറീസ് ഓഫ് പദാർത്ഥയാണ് കാണാൻ പറ്റുന്നത്. ദ്രവ്യ, ഗുണ, കർമ്മ, സാമാന്യ, വിശേഷ, സമവായ, അഭാവ. ഇതാണ് ആ ഒരു 7 കാറ്റഗറീസ് എന്ന് പറയുന്നത്. ദ്രവ്യം എന്ന് പറയുന്നത് 9 തരത്തിലുള്ള ദ്രവ്യങ്ങളെ പറയുന്നുണ്ട്. 5 മഹാഭൂതങ്ങൾ, അതായത് എർത്ത്, വാട്ടർ, ഫയർ, എയർ, സ്പേസ്, ഈതർ. അതുകൂടാതെ ടൈം, ഡയറക്ഷൻ, സോൾ, മൈൻഡ്, അതായത് കാലം, ദിശ, മന ആൻഡ് ആത്മ. ഇത്രയുമാണ് ദ്രവ്യങ്ങളായിട്ട് വൈശേഷിക ദർശനത്തിലുള്ളത്. ഗുണാസ് പറയുന്നത് 24 തരത്തിലുള്ള ഗുണങ്ങളാണ് പറയുന്നത്. കളർ, ടേസ്റ്റ്, സ്മെൽ, ടച്ച്, സൗണ്ട്, നമ്പർ, മാഗ്നിറ്റ്യൂഡ്, ഡിസ്റ്റിങ്നെസ്, യൂണിയൻ, സെപ്പറേഷൻ, ഇത്തരത്തിലുള്ള സംയോഗ, വിയോഗം, ഇത്തരത്തിലുള്ള ഗുണങ്ങളാണ് 24 വൈശേഷിക ദർശനത്തിലുള്ളത്. കൂടാതെ കർമ്മ, ആക്ഷൻ, സാമാന്യം, ജനറാലിറ്റി, വിശേഷ, യുണീക്നെസ്, സമവായ, ഇൻഹെറൻസ്, അഭാവം, നോൺ എക്സിസ്റ്റൻസ്. ഇതൊക്കെയാണ് വൈശേഷിക ദർശനത്തിൽ പറയുന്നത്. സോ പദാർത്ഥം എന്ന് പറഞ്ഞാൽ ദ ഒബ്ജക്റ്റ് ഡിനോട്ടഡ് ബൈ എ വേർഡ്, അതാണ് ആ ഒരു ഒബ്ജക്റ്റിനെ ഡിനോട്ട് ചെയ്യുന്നതിനെയാണ് പദാർത്ഥം എന്ന് പറയുന്നത്. ഈ മൊത്തത്തിലുള്ളൊരു പദാർത്ഥത്തിനെ 2 ഡിവിഷനായിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പദാർത്ഥവും നോൺ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പദാർത്ഥവും. അഭാവം എന്ന് പറഞ്ഞൊരു കാറ്റഗറി തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്. എക്സിസ്റ്റിംഗിൽ വരുന്നതാണ് ബാക്കി 6 കാര്യങ്ങളും, 6 കാറ്റഗറീസും വരുന്നത്. അതായത് ദ്രവ്യ, ഗുണ, കർമ്മ, സാമാന്യ, വിശേഷ, സമവായ. ഇത്രയും വരുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു കാറ്റഗറിയിലാണ്. നോൺ എക്സിസ്റ്റിംഗ് ആയിട്ട് വരുന്നതിൽ അഭാവം പറയുന്നുണ്ട്. സോ ഇതിൽ മറ്റൊരു കാര്യം പ്രത്യേകമായിട്ടും പറയുന്നത് ആറ്റം എറ്റേണലാണ്, അതുകൊണ്ട് ആറ്റങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള യൂണിവേഴ്സും എറ്റേണൽ ആണെന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു അനലോഗി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൊട്ടാരം ഇടിഞ്ഞാലും അതിൻ്റെ അടിത്തറ അവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ എല്ലാത്തിനും അടിത്തറയായിട്ടുള്ള ആ ഒരു ആറ്റം ഇറ്റ് വിൽ നോട്ട് ഗോണ എൻഡ് ഓർ ഇറ്റ്സ് എറ്റേണൽ എന്നാണ് പറയുന്നത്. പറയുകയാണെങ്കിൽ കണാദ മഹർഷി വേദാസിനെ ഓതൻറ്റിസിറ്റിയെ വേദാസിൽ ബിലീവ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ബേസിക്കലി തന്നെ കർമ്മ എന്ന് പറയുന്ന ആ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കർമ്മയുടെ ആക്ഷൻ, എവറി ആക്ഷൻ അറ്റാച്ചസ് മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് ടു ദ സോൾ അക്കോർഡിംഗ് ടു ദി ലോ ഓഫ് കർമ്മ. അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മുടെ സോളിന് എയ്തർ നമുക്ക് മെരിറ്റ് അല്ലെങ്കിൽ ഡീമെറിറ്റ് അവിടെ കൊടുക്കും എന്നാണ് പറയുന്നത്. സോ ദീസ്
മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് കമ്പൈൻഡ് വിത്ത് ആൻ അൺസീൻ മോറൽ പവർ ഗൈഡഡ് ബൈ ഗോഡ് ഇമ്പാർട്ട് മോഷൻ ടു ആർട്ട്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ആ ഒരു കർമ്മിക്കായിട്ടുള്ള മെറിറ്റോ അല്ലെങ്കിൽ ഡിമെറിറ്റോ ആണ് നമ്മൾ അൺസീൻ ആയിട്ടുള്ള ഗോഡ് ഗൈഡ് ചെയ്തിട്ട് നമ്മുടെ ആർട്ടത്തിന് മോഷൻ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് ലീഡിങ് ടു ക്രിയേഷൻ ഓഫ് സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് ദ ഇൻഡിവിജ്വൽസ് ഓർ എക്സ്പീരിയൻസ് ജസ്റ്റിസ്. പാത്ത് ഓഫ് ലിബറേഷൻ പറയുന്നുണ്ട്. ഇതിൽ വേദാസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പാത്ത് ഓഫ് ലിബറേഷനും പറയുന്നുണ്ട്. അതായത് മോക്ഷ ഉള്ളത് നമ്മുടെ ഒരു ആക്ഷൻ്റെ കർമ്മയുടെ ഡീഡെല്ലാം സെസേഷൻ, അതായത് നിന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ലിബറേഷൻ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. സോ ദ സെസേഷൻ ഈസ് ഓൺലി പോസിബിൾ ത്രൂ ഡിറ്റാച്ച്മെൻറ്റ് ഇൻ ആക്ഷൻ. നമ്മൾ ചെയ്യുന്ന ആക്ഷനിൽ ഡിറ്റാച്ച്മെൻറ്റ് വരുത്തി കഴിഞ്ഞാൽ അവിടെ ആ ഒരു കർമ്മ വരുന്നത് കുറവായിരിക്കും. അങ്ങനെ ആ ഒരു കർമ്മയുടെ സെസേഷൻ കൊണ്ട് നമുക്ക് മോക്ഷപ്രാപ്തിയിൽ എത്താമെന്നാണ് പറയുന്നത്. ഇനി വാല്യൂ ഓഫ് നോളജ്, ഇവിടെയും നോളജിനെ വാല്യൂ ചെയ്തിട്ടുണ്ട്. എംഫസിസ് ദ വാല്യൂ ഓഫ് നോളജ് ഡിറൈവ്ഡ് ഫ്രം ദ വേൾഡ് ഓഫ് എക്സ്പീരിയൻസ് ആസ് ദ പാത്ത് ഓഫ് മോക്ഷ ആൻഡ് സാൽവേഷൻ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സൈക്കിളിൽ വന്ന് ജീവിതമാവുന്ന സൈക്കിളിൽ വന്ന് ആ ഒരു വേൾഡ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് അതിൽ നിന്ന് നമുക്കൊരു നോളജ് ഉണ്ടാവും. ആ ഒരു വാല്യൂ ഓഫ് നോളജിലൂടെ നമുക്ക് സാൽവേഷൻ കിട്ടും എന്നാണ് പറയുന്നത്. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വേദങ്ങളിൽ പറയുന്നത് നമുക്ക് ഈ ഒരു സോൾ ഏജ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ സോൾ ഏജും ആ ഒരു അമ്മയുടെ സോൾ ഏജും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടിക്കായിരിക്കും സോൾ ഏജ് അല്ലെങ്കിൽ ആ ഒരു സോൾ സൈക്കിളിൻ്റെ ഏജ് കൂടുതൽ സൈക്കിൾ വന്നിട്ടുള്ളത് ആ ഒരു സോൾ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സോൾ വൈസ് ആ ഒരു എക്സ്പീരിയൻസ് കൂടുതൽ ഉണ്ടാവുന്നത് ആ ഒരു കുട്ടിയുടെ ആത്മാവിനായിരിക്കാം. അടുത്തത് പറയുന്നത് പൂർവ്വമീമാംസയെക്കുറിച്ചാണ്. സോ ഇവിടെ കർമ്മ ആൻഡ് ലിബറേഷനെ കുറിച്ചാണ് എംഫസൈസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഒരു ചോയ്സ് ഉണ്ട്. ആ ഒരു ചോയ്സിൽ ഫ്രീഡം ടു ചൂസ് ദ ലോ ഓഫ് കർമ്മ. മീമാംസ എന്ന് പറയുന്ന ആ ഒരു വേർഡ് മീനിങ് വരുന്നത് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് വരുന്നത്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഈ ഒരു ഫിലോസഫിക്കൽ സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എൻക്വയറി ചെയ്യുന്നത് നേച്ചർ ഓഫ് ധർമ്മനെയാണ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട്. സോ ഇത്തരം പൂർവ്വമീമാംസയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ജൈമിനി മഹർഷിയാണ്. സോ ഇവിടെ പറയുന്നത് ഈ ഒരു വേദാസ് അത് എറ്റേണലാണ്. വേദങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള വേദിക് റിച്വൽസ് അത് നമുക്ക് എറ്റേണലായിട്ട് അല്ലെങ്കിൽ അത് നമുക്ക് അത്തരം വേദ റിച്വൽസ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് ആ ഒരു സാൽവേഷനിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് ജൈമിനി മഹർഷി പറയുന്നത്. കൂടുതലും റിച്വലിസ്റ്റിക് ആയിട്ടുള്ള പ്രാക്ടീസസ് ആണ് ഇതിൽ പറയുന്നത്. ഓറൽ ട്രഡീഷൻ നിൽക്കുന്നത് കൊണ്ട്, അതായത് വേദാസ് എന്ന് പറയുന്നത് വേദങ്ങൾ വന്നിട്ടുള്ളത് ഓറലി ആയതുകൊണ്ട് ഈ ഒരു വേർഡിൻ്റെ അല്ലെങ്കിൽ സൗണ്ടിൻ്റെ വൈബ്രേഷൻ്റെ ഇതിൻ്റെയൊക്കെ ആ ഒരു പ്രാധാന്യം ഈ ഒരു ദർശനത്തിൽ നമുക്ക് കാണാൻ കഴിയും. സോ ഈ പറഞ്ഞ പോലെ തന്നെ മന്ത്രാസ്, അതിൻ്റെ വൈബ്രേഷൻ, അതിൻ്റെ റെപ്പിറ്റേഷൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ഫ്ലൂയിഡിൻ്റെ ബാലൻസിങ് ഇംബാലൻസിങ് ആയിട്ടുള്ള എഫക്റ്റ്, ഇതൊക്കെ നമുക്ക് പറഞ്ഞ് കാണാൻ പറ്റും ഇതിൽ. സോ ഇവിടെ പെർട്ടിക്കുലർലി വേർഡ് എന്താണ്, സെൻറ്റൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വേർഡ് എന്ന് പറയുന്നതിൽ ഒരു മീനിങ് ഉണ്ടാവും, പക്ഷേ ഒരു സെൻറ്റൻസിൽ മാത്രമേ നോളജ് ഉണ്ടാകുള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. വാലിഡ് ആയിട്ടുള്ള ഓരോ നോളജും അത് ഒരു ആക്ഷനായി മാറേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ പറയുന്നുണ്ട്. സോ ഒരു ഭാഷയുടെ ആ ഒരു പേർപ്പസ് അതും ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഭാഷ എന്തിനാണ്, ആ ഒരു കൺവേ ഓഫ് നോളജ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഈ ഒരു പൂർവ്വമീമാംസയിൽ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ധർമ്മം നമ്മൾ പാലിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വവും അതിൽ വേദിക് റിലീജിയസ് പ്രാക്ടീസസിനുള്ള കാര്യങ്ങളും എല്ലാമാണ് ഈ ഒരു ദർശനത്തിൽ ജൈമിനി പറയുന്നത്. അവസാനത്തെ ദർശനം പറയുന്നത് ഉത്തരമീമാംസയാണ്. ഇതിനെ വേദാന്ത എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള വേദാസ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്: ഋഗ്വേദം, സാമവേദം, യജുർവേദം ആൻഡ് അഥർവവേദം. അപ്പോൾ ഈ വേദങ്ങളുടെ എല്ലാം അന്ത്യത്തിൽ വരുന്ന കുറച്ച് കംപ്രസ് ചെയ്തിട്ടുള്ള പോർഷൻസ് അല്ലെങ്കിൽ സ്ലോഗൻസ്, അതിനെയാണ് വേദാന്തം എന്ന് പറയുന്നത്. സോ ഇതിനെ തന്നെ ഉപനിഷത്തുകളെന്നും പറയുന്നുണ്ട്. നമുക്ക് ഈ പൂർവ്വമീമാംസേനെ ഉത്തരമീമാംസേനെ അല്ലെങ്കിൽ വേദാന്തനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൂർവ്വമീമാംസ ഫോക്കസ് ചെയ്യുന്നത് റിച്വലിസ്റ്റിക് ആയിട്ടുള്ള പ്രാക്ടീസിനെയാണ്. പക്ഷേങ്കിൽ ഉത്തരമീമാംസ ഇവിടെ നോക്കുമ്പോൾ കൂടുതലും മെഡിറ്റേഷനെയും റിഫ്ലക്ഷനെയാണ് എംഫസൈസ് ചെയ്യുന്നത്.
സോ വേദാന്തം ആണ് ഉത്തരമീമാംസം എന്നും പറയുന്നത്. ഇത് വേദവ്യാസൻ്റെ തന്നെ കൃതിയായിട്ട് കൂട്ടുന്നുണ്ട്. സോ അതാണ് ഉത്തരമീമാംസയായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഭദ്രായണ വേദവ്യാസനാണ് ഇതിൻ്റെ അല്ലെങ്കിൽ ഫൗണ്ടർ ആയിട്ട് പറയുന്നത്. സോ ഇത് എഴുതിയ ആൾ. ഇനി പറയുന്നത് ഇതിൻ്റെ സെൻട്രൽ മെസ്സേജാണ്. എന്താണ് ഇത് പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ സുപ്രീം ട്രൂത്ത് അല്ലെങ്കിൽ ബ്രഹ്മനെ കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നത്. സോ റിയലൈസേഷൻ ഓഫ് ബ്രഹ്മൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗോൾ എന്നാണ് ഈ ഒരു വേദാന്തത്തിൽ പറയുന്നത്. സോ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് നോളജ് ഓഫ് ബ്രഹ്മനാണ്. അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ട്രൂ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റിയാലിറ്റി എന്ന് മനസ്സിലാക്കുന്നതാണിത്. സോ ഈ ഒരു 4 പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു അഫോറിസംസ് പറയുന്നുണ്ട്. അയം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മാവാകുന്നു. ഓരോരുത്തരുടെ ഉള്ളിലും ബ്രഹ്മാവിൻ്റെ അല്ലെങ്കിൽ പരബ്രഹ്മാവിൻ്റെ അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ അംശമുണ്ട്. അതാണ് അഹം ബ്രഹ്മാംസി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് പറയുന്നത് അയം ആത്മബ്രഹ്മ, ദിസ് ആത്മ അല്ലെങ്കിൽ ഈ സെൽഫ് എന്ന് പറയുന്നത് ബ്രഹ്മാവാണ് എന്നുള്ള രീതിയിലുള്ളതാണ് രണ്ടാമത്തെ അഫോറിസം. മൂന്നാമത്തത് പറയുന്നത് തത്വമസി, അതായത് ദോ ആർട്ട് ദാറ്റ്, അതിന് ഇത് തന്നെയാണ് അതും എന്ന് പറയുന്നത്. തത്വം അസി എന്ന് പറയുന്നത്, അത് എന്ന് പറയുന്നത് പരമാത്മാവ്, അത് തന്നെയാണ് ഇത് എന്ന് പറയുന്നത് ജീവാത്മാവ്. അപ്പോൾ ജീവാത്മാവ് വൺസ് നമുക്ക് ക്ലെൻസ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി നേടിക്കഴിഞ്ഞാൽ നമ്മൾ ചെന്നെത്തുന്നത് ആ ഒരു പരമാത്മാവിലാണ്. അത് തന്നെയാണ് ഇത് എന്നുള്ള രീതിയിൽ തത്വം അസി എന്ന് പറയുന്നത്. ഇനി പറയുന്ന നാലാമത്തെ സർവം ഖൽവിദം ബ്രഹ്മ എന്ന് പറയുന്നത് ഓൾ ദാറ്റ് ഈസ് ബ്രഹ്മ. ഇവിടെ എല്ലായിടത്തും ദൈവമുണ്ട്, മുക്കിലും മൂലയിലും ദൈവമുണ്ട് എന്ന് പറയുന്ന ആ ഒരു ഇത് തന്നെയാണ് ഇവിടെ സർവകൽവിതം ബ്രഹ്മ എന്ന് പറയുന്നതും. ഓൾ ദാറ്റ് ഈസ് ബ്രഹ്മൻ, എല്ലാം ബ്രഹ്മാവാണ്. നമ്മൾ ഉള്ളത് ബ്രഹ്മാവിലാണ്, നമ്മുടെ ഉള്ളിലും ഉള്ളത് ബ്രഹ്മാവിലാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ ബ്രഹ്മസൂത്ര എന്ന് പറയുന്ന ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അവിടെ തന്നെ ഒരു 10ഓളം സ്കൂൾസ് ഓഫ് വേദാന്ത പറയുന്നുണ്ട്. ലൈക്ക് അദ്വൈത ദ്വൈത അങ്ങനെ പറയുന്ന കുറച്ച് തരത്തിലുള്ള സ്കൂൾസ് ഓഫ് വേദാന്താസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അദ്വൈത വേദാന്തൻ്റെ അതായത് നോൺ ഡ്യുവലിസം ആണ്, ഡുവൽ നേച്ചർ അല്ല ബ്രഹ്മാവിന്, ഒരേ ഒരു നേച്ചറാണ് ദ്വൈതമല്ലാത്തത്. അത് പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്നത് ആദി ശങ്കരാചാര്യനാണ്. അദ്ദേഹമാണ് ഒരുപാട് സ്തോത്രങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത്. ആദി ശങ്കരാചാര്യനാണ്. ആദിശങ്കരാചാര്യൻ കാലടിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് ഫർദർ ക്ലാസ്സുകളിൽ പഠിക്കാം. പിന്നെ രാമാനുജൻ, അദ്ദേഹത്തിൻ്റെയാണ് വിശിഷ്ട അദ്വൈതം എന്ന് പറയുന്നത്, അതായത് ക്വാളിഫൈഡ് നോൺ ഡുവലിസം. അതായത് ആദ്യത്തേത് അദ്വൈത വേദാന്തമാണെങ്കിൽ ഇവിടെ വിശിഷ്ട അദ്വൈതം പറയുന്നത് രാമാനുജനാണ്. അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള സ്കൂൾസ് ഓഫ് വേദ പറയുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ നമ്മൾ 6 തരത്തിലുള്ള ക്ലാസിക്കൽ ആയിട്ടുള്ള ഇന്ത്യൻ ഫിലോസഫീസാണ് ഇപ്പോൾ കവർ ചെയ്തത്. ഈ ഒരു രീതിയിൽ ഈ 6 ഫിലോസഫീസും വേദാസിൻ്റെ അതോറിറ്റിയെ ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബ്ലൈൻഡ്ലി അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലോജിക്കലി പറയുന്നതുണ്ട്, ആറ്റംസിൻ്റെ വൈസിൽ, അതായത് എല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട്, വിശേഷതയുണ്ട് എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ രീതിയിലും ദർശനാസ് പറഞ്ഞു വച്ചിരിക്കുന്ന രീതികൾ വ്യത്യാസമാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇവയെല്ലാം പലതരത്തിലാണ് പറഞ്ഞു വയ്ക്കുന്നതെങ്കിലും ഒരൊറ്റ എയിമാണ്, ഒരൊറ്റ ഉദ്ദേശമാണ് ഇവയെല്ലാം പറഞ്ഞു വെക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ലൈക്ക് നമ്മുടെ നേച്ചർ ഓഫ് ലൈഫ് എങ്ങനെയാണ്, എന്താണ് എന്ന് മനസ്സിലാക്കണം. അതിന് നമുക്കൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ത്വര അല്ലെങ്കിൽ ആ ഒരു ദാഹം, സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാനുള്ള ഒരു മടക്കയാത്ര സ്വീകരിക്കാനുള്ള ഒരു വെമ്പൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നേച്ചർ ഓഫ് ലൈഫ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ഇതിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന സിമിലർ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്പിരിച്വൽ ബീയിങ് ആണ് എന്നുള്ള കാര്യത്തിനെക്കുറിച്ചും ഈ ഒരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ സ്പിരിറ്റ് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത് എറ്റേണൽ ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ആണെന്നും ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഒരു റീഇൻകാർണേഷന് പോകുമ്പോൾ ഒരാൾക്ക് അവിടെ ഉണ്ടാകുന്ന ലോ ഓഫ് കർമ്മയെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന നോളജ്, ആ നോളജിൽ കൂടിയാണ് നമ്മൾക്ക് ആ ഒരു അവിദ്യ മാറി കിട്ടുന്നത്. അതിലൂടെയാണ് മോക്ഷപ്രാപ്തി നേടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു.
സോ താങ്ക് യു സോ മച്ച്. ഇത് ആക്ച്വലി ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഈ ഒരു ഫിലോസഫി, ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്ന 6 പറഞ്ഞത്. നമ്മളിപ്പം മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ദർശനാസിലോട്ടും ഡീപ്പായിട്ട് ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ പറ്റും. ഇറ്റ് വിൽ ടേക്ക് ടൈം ആക്ച്വലി. നമുക്ക് എക്സാം പർപ്പസിൽ നമുക്ക് ഇത്ര മാത്രം മതിയാവും. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരുന്നത്. സോ എന്താണ് ഓരോ ദർശനവും മെയിനായിട്ട് പറഞ്ഞു വെക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. അതിൻ്റെ ഫൗണ്ടർ ആരാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള നാസ്തിക ആസ്തിക ദർശനത്തെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാക്കി വയ്ക്കുക. അതായത് ആസ്തിക ദർശനം എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് ബിലീവ് ഇൻ വേദിക് ഓതൻറ്റിസിറ്റി. അതേസമയം വേദാസിൽ വിശ്വസിക്കാത്ത, ഒരു ഗോഡിൽ വിശ്വസിക്കാത്ത ഒരു മേഖല പറയുന്ന ആ ഒരു ഫിലോസഫീനെയാണ് നാസ്തികം എന്ന് പറയുന്നത്. അതാണ് ബുദ്ധിസം പറയുന്നത്, ജൈനിസം പറയുന്നത്, ചാർവാകം പറയുന്നത്, ആജീവിക പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ആൻഡ് ഇവിടെ തന്നെ വേദാസ് അക്സെപ്റ്റ് ചെയ്തിട്ടും ദൈവത്തിനെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ഫിലോസഫി പറയുന്നത് സാങ്ഖ്യദർശനമാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിൽ വെച്ചേക്കുക. ബാക്കിയെല്ലാം പറയുന്നത് ഗോഡുണ്ട്, വേദാസിലും വിശ്വസിക്കുന്നു എന്നുള്ള തരത്തിലാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുള്ളവർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക. നമ്മുടെ വർക്ക് ബുക്കിൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഇൻസൈറ്റ് എന്താണ് അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് എഴുതുക. സോ എല്ലാവരും പ്രാക്ടിക്കൽ സെഷന് കയറാത്ത എല്ലാവരും പ്രാക്ടിക്കൽ സെഷന് നിർബന്ധമായിട്ടും കയറിയിരിക്കുക. ദെൻ ഇനി പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ സാധന പ്രാക്ടീസ്, അതായത് ഷഡ്കർമാസിൽ തുടങ്ങി ആസനാസിലോട്ടേക്ക് കടക്കും. അപ്പോൾ ഞാൻ ഓരോ ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് സെൽഫ് പ്രാക്ടീസ് ചെയ്യാനാണ്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കേണ്ടതുമാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്ട്രക്ചറിങ് ഓഫ് ദ ക്ലാസ് മനസ്സിലായോ? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി എനിക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഓരോരുത്തരെയായിട്ട് ചിലപ്പോൾ വിളിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പ് കോൾ തന്നെ ചെയ്യാം നമുക്ക്. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ആയിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഈവനിങ്. ഗുഡ് നൈറ്റ്.